കണക്ക് ഓണാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ ഇംഗ്ലീഷിലെ പല വാക്കുകളും ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ തെറ്റിയിട്ടാണ് പഠിക്കുന്നത് പല കാര്യങ്ങളും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ നമ്മളെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ നമുക്ക് ഹോട്ടലിൽ പോവാം. ഫോർ എക്സാമ്പിൾ പാലക്കാടാകുമ്പോൾ അശോക് ഭവനിൽ പോയി ഫുഡ് കഴിക്കാം, ഹോട്ടലിൽ പോയി കഴിക്കാം, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ എവ്രിബഡി ആരും അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം എന്ന് നമ്മൾ പറയില്ല പെട്ടെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അങ്ങനെ ഹോട്ടൽ എന്ന് പറയരുത്. കാരണം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ആരോടോ പറഞ്ഞു, നമുക്ക് ഡിന്നറിന് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ അവരെന്നെ കറക്റ്റ് ചെയ്തു, യു ഷുഡ് നോട്ട് സേ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് എന്ന് പറയണം എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി നമ്മുടെ തെറ്റല്ല കേട്ടോ. കാരണം നമ്മൾ സ്കൂളിലായാലും നമ്മുടെ ചുറ്റുമായാലും ഇപ്പം എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് ചില വാക്കുകൾ പറയും, അത് തന്നെയായിരിക്കും ശീലം. അപ്പം അത് തെറ്റാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ പല വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇപ്പം എനിക്ക് മലയാളത്തിൽ തന്നെ ഞാൻ ചില വാക്കുകൾ പറയുന്നതും ഒക്കെ വളരെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും. ഓക്കെ, ഐ എം നോട്ട് വെരി ഗ്രേറ്റ് വിത്ത് ലാംഗ്വേജസ് ഇൻ ജനറൽ. ഏതായാലും ഹിന്ദിയൊക്കെ ഞാൻ പഠിക്കാൻ വർഷങ്ങളായി പരിശ്രമിക്കുന്നു, ഇന്നേ വരെ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. ബട്ട് ഈ ഭാഷകളൊക്കെ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത്രയല്ലേ വേണ്ടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് നമ്മൾ ഈ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ അങ്ങനെ, കാരണം നമ്മളൊക്കെ പലതും നമ്മൾ തെറ്റായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ, സ്കൂളുകളിലായാലും എന്താ പറയുക, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സമൂഹത്തിൽ ചുറ്റും എവ്രിതിങ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി, അത് ആരുടെയും തെറ്റല്ല, എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സോ പിന്നീട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ മനസ്സിലാക്കും. അപ്പോൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, പക്ഷേ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആസ് ലോങ് ആസ് മറ്റേ ആൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പ്രൊനൗൺസിയേഷൻ ആയാലും ആക്സെൻ്റ് ആയാലും എന്താണെങ്കിലും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. നമ്മൾ ഒരിക്കലും നമ്മുടെ ആക്സെൻറ്റിനെയോ പ്രൊനൗൺസിയേഷനെയൊക്കെ ആൾക്കാരെന്തോ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളതിനെ ഒരിക്കലും താഴ്ത്തി കാണാതിരിക്കുക. അപ്പം ഞാൻ ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്, ഐ ഹാവ് എ സ്ട്രോങ് ഇന്ത്യൻ ആക്സെൻറ്റ്. ആൻഡ് എൻ്റെ പ്രൊനൗൺസിയേഷൻസ് ഓക്കെ, ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ എനിക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് ഓൾ റൈറ്റ്. മറ്റേ ആൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞാലും ചില ഓരോരുത്തർ ഓരോ രീതിക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, ദർ ആക്സെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്, അവരുടെ പ്രൊനൗൺസിയേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ഭാഷ തന്നെ ഇന്ത്യയിൽ സംസാരിക്കുന്ന രീതി, ബ്രിട്ടനിൽ സംസാരിക്കുന്ന രീതി, അമേരിക്കയിൽ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ പല ഭാഗങ്ങളിലും സംസാരിക്കുന്ന രീതി, ഏഷ്യയിലെ പല കൺട്രീസിലും സംസാരിക്കുന്ന രീതി, ഇതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൾക്കാർക്കനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഞാനിപ്പോൾ ജോബ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്തും ഞാൻ ഒട്ടും ബോധേഡ് ആയിരുന്നില്ല എൻ്റെ ലാംഗ്വേജിനെ കുറിച്ചിട്ട്. ആൻഡ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ ആക്സെൻറ്റും പ്രൊനൗൺസിയേഷനൊന്നും ഒട്ടും വറി ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. സോ guys, I'm just telling you because I've seen a lot of people who are very much worried about their accent and pronunciation. അപ്പോൾ അതുകൊണ്ട് don't worry, just speak. തെറ്റാണെങ്കിൽ തെറ്റട്ടെ, ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്തോ എനിക്കിതിപ്പോൾ പെട്ടെന്ന് പറയാൻ തോന്നി, കാരണം ഞാൻ നേരത്തെ ഒരു സ്റ്റോറി ഇട്ടില്ലേ, അതിൽ ഞാൻ തന്നെ തെറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് മൈൻഡ്. ആൻഡ് ഐ ജസ്റ്റ് തോട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു ഇതിനെക്കുറിച്ചിട്ട്, അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഇത് നിങ്ങളോടും ഒന്ന് ഷെയർ ചെയ്യണം എന്ന്.